വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മാന്യ പ്രേക്ഷകരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് നല്ലതുപോലെ രുചിച്ചറിയുക എന്നുള്ളത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒന്നാണ്. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ നമ്മെ നയിക്കുന്ന ആ നായകൻ, അവൻ ആരാണ്? അവനെക്കുറിച്ച് എന്തു വർണ്ണിച്ചു? തന്നെക്കുറിച്ച് എങ്ങനെ സ്വയം വിലയിരുത്തുന്നത് എന്ന് ഇന്ന് നമുക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് പഠിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. കർത്താവിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭം മുതൽ ഉണ്ടായിരുന്ന ഈ വചനം കർത്താവായ യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അരുമരക്ഷകനായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെക്കുറിച്ച്, അതായത് യേശുക്രിസ്തു തന്നെക്കുറിച്ച് ഉള്ള ഞാൻ എന്നുള്ള അവകാശങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ, അല്പം ആധാരമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മാത്രം നാം പഠിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഞാൻ എന്നുള്ള അവകാശങ്ങൾ 7 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ എൻ്റെ നിങ്ങളുടെ നായകനായ ആ യേശു ക്രിസ്തു ആർ എന്ന് നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഐ ആം ദ ലിവിങ് ബ്രെഡ്. ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. കർത്താവിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് പട്ടിണിയുടെ ഒരു കാലഘട്ടത്തിലാണ്. ജനം പട്ടിണി മാറ്റുവാൻ വസ്തുവകകളെ വിറ്റ്, സ്വത്തുവകകളെ വിറ്റ്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റ് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തിന്? മനുഷ്യൻ്റെ പ്രയത്നം, അവൻ്റെ അധ്വാനം അവൻ്റെ വിശപ്പിനെ അകറ്റാൻ വേണ്ടിയാണ്. എന്നാൽ അരുമരക്ഷകനായ യേശു ക്രിസ്തു എന്ത് നല്ലൊരു ആശ്വാസത്തിൻ്റെ വചനമാണ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും ദാഹവും വിശപ്പും ശമിപ്പിപ്പാൻ പ്രാപ്തിയായൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ദൈവത്തെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ സ്തുതിക്കാം. കാൽവരിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ നമ്മെ നയിക്കുന്നവൻ നമ്മുടെ വിശപ്പിനെയും ദാഹത്തിനെയും
അകറ്റുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് നാം പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഐ ആം ദ ലിവിങ് വാട്ടർ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ആ ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. യാക്കോബിൻ്റെ കിണറിനരികിൽ കർത്താവായ യേശുക്രിസ്തു ദാഹിച്ച് വെള്ളത്തിനായിട്ട് ആ സ്ത്രീയുടെ അരികിൽ പോകുമ്പോൾ കർത്താവും ശമരിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കർത്താവ് ആ സ്ത്രീയോട് വെള്ളം ചോദിച്ചപ്പോൾ ആ സ്ത്രീയുടെ ഉത്തരം, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്നവൾ പറഞ്ഞപ്പോൾ അതിന് ഉത്തരമാണ് കർത്താവ് അവിടെ നൽകുന്നത്. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്ന് അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. യേശു ക്രിസ്തു ജീവനുള്ള വെള്ളമാണ്. ഹീസ് ദ ലിവിങ് വാട്ടർ. ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ, ഒരു മനുഷ്യൻ്റെ ജീവനെ നിലനിർത്തുന്നത് അവനിൽ അടങ്ങിയിട്ടുള്ള നല്ലൊരു ശതമാനം വെള്ളവുമാണ്. കർത്താവിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലിവിങ് വാട്ടർ. യേശു ക്രിസ്തു ജീവനുള്ള വെള്ളമാകുന്നു. മൂന്നാമത് നാം പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു അവകാശം കാണുവാൻ സാധിക്കും. അവിടെ കർത്താവ് പറയുന്നത്, യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. ഞാൻ വാതിലാകുന്നു. ഐ ആം ദ ഡോർ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്കേവർക്കും അറിയാം, ഒരു വാതിൽ ഇല്ല എങ്കിൽ ഒരു മുറിയിലേക്കുള്ള പ്രവേശനം സാധിക്കുന്നതല്ല എന്ന്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അരികിൽ നമുക്ക് ഒരു പ്രവേശനം ആവശ്യമെങ്കിൽ, അവിടെ പ്രവേശിക്കണമെങ്കിൽ കർത്താവിൽ കൂടി അല്ലാതെ അത് സാധ്യമല്ല. കാരണം യേശു ക്രിസ്തു വാതിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 14-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ 14:6. അവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയാകുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ, ആ തീർത്ഥയാത്ര അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ, ആ ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ നമുക്കൊരു വഴിയിൽ കൂടി പ്രയാണം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്.
ആ വഴി നമ്മെ നയിക്കുന്നത് കാൽവറിയിലേക്കാണ്. നായകനോ കർത്താവായ യേശു ക്രിസ്തു. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വഴിയാകുന്നു. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ പ്രയാണത്തിൽ നാം ആയിത്തീരുമ്പോൾ സാത്താൻ്റെ കരങ്ങളിൽ അകപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണമെങ്കിൽ കർത്താവിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുന്നതിൽ അത്യന്തം സന്തോഷമുണ്ട്. വിശുദ്ധ വേദപുസ്തകം വീണ്ടും നാം പഠിക്കുമ്പോൾ യോഹന്നാൻ 9:5 കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ചുള്ള അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ലോകത്തിൽ ആകുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. കർത്താവിൽ പ്രിയ ദൈവജനമേ, നാം ഭവനത്തിലായിരിക്കുമ്പോൾ, വിദ്യുച്ഛക്തി നിലയ്ക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. പ്രിയ മാതാക്കൾക്ക് അടുക്കളയിൽ അവർക്ക് പണി ചെയ്യാൻ സാധിക്കത്തില്ല. മിക്സി, ഗ്രൈൻഡർ ഇവയൊന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. വേനൽ ഉള്ള ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ഫാനില്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. അതൊക്കെ ഈ ആധുനിക ലോകത്തിൻ്റെ ഒരു ഭാഗം. എന്നാൽ കർത്താവിൽ പ്രിയ ദൈവജനമേ, അന്ധകാരത്തിലാകുമ്പോൾ, ഇരുട്ടിലാകുമ്പോൾ ജീവിതം എത്ര ക്ലേശകരമായിരിക്കും, എത്ര പ്രയാസം നിറഞ്ഞതായിരിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ജീവിതം എപ്പോഴും ക്ലേശം നിറഞ്ഞതൊന്നല്ല, അന്ധകാരത്തിലല്ല. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു. നിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുവാൻ അത്രേ ഞാൻ ഈ ഭൂമിയിൽ കടന്നു വന്നത്. ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു ഞാൻ. വെളിച്ചത്തെ ഉണ്ടാക്കിയവൻ നമ്മുടെ വെളിച്ചമാകുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും തിരുവചനം നാം പഠിക്കുമ്പോൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നാകുന്നു. ലാസർ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു അവിടെ കടന്നു വന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ പറഞ്ഞു കർത്താവിനോട്, കർത്താവേ, അവിടുന്ന് ഈ ഭൂമിയിൽ ഇവിടെ ഈ ഭവനത്തിലുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് അതിന് ഉത്തരം നൽകുന്നതാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എത്ര പ്രത്യാശ നിറഞ്ഞൊരു വാക്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകി നമുക്കൊരു ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു വാഗ്ദത്തം നൽകുന്ന ഒരു വാക്യം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വേർവിട്ടു പോയെങ്കിൽ പുനരുത്ഥാന ദിവസത്തിൽ, ഒടുക്കത്തെ നാളിൽ മുഖാമുഖം അവരെ കാണാം എന്നുള്ള പ്രത്യാശ നൽകുന്ന ഒരു വാക്യം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും
ഉയർത്തെഴുന്നേൽക്കും. അവസാനമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ഞാൻ എന്നുള്ള അവകാശങ്ങളുടെ മറ്റൊരു പൂർണ്ണരൂപം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത്, യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട്. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട്. ഐ ആം there before അബ്രഹാം. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ഇന്നും ഇന്നലെയും നാളെയും യേശു ക്രിസ്തു അവൻ മാറ്റമില്ലാത്തവനാണ്. എന്ത് ആശ്വാസം നേറിയ ഒരു വചനമാണ്. കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ നമ്മെ നയിപ്പാൻ ഇതിലും ശ്രേഷ്ഠമേറിയ മറ്റെന്തെങ്കിലുമുണ്ടോ? പ്രിയ ദൈവജനമേ, നമ്മെ നയിക്കുന്നവൻ, നമ്മുടെ വഴികാട്ടി, അവൻ പ്രകാശവുമായിട്ട് നമ്മുടെ വഴിയെ നമ്മെ നയിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന പോലെ, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. യെസ്, കർത്താവായ യേശു ക്രിസ്തു നമ്മെ നയിക്കുമ്പോൾ അന്ധകാരമേറിയ ജീവിതത്തിൽ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ നാം യാത്ര ചെയ്യുമ്പോൾ പ്രകാശഗോപുരമായിട്ട് അവൻ നമ്മെ നയിക്കുന്നു. പ്രകാശഗോപുരവുമായിട്ട് ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നത് വരെയും അവൻ നമ്മെ നയിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു അവൻ ജീവനുള്ളവനാകുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നാം ഒന്നോർക്കണം, ഈ ഭൂമിയിൽ നാം ഉള്ളിടത്തോളം കാലങ്ങളിൽ സാത്താൻ്റെ കരങ്ങളിൽ നാം അകപ്പെടാൻ സാധ്യതയുണ്ട്. നിശ്ചയമായിട്ടും സാത്താൻ ആരെ വിഴുങ്ങണം, ആരെ വഞ്ചിക്കണം എന്നവൻ കാത്തിരിക്കുകയാണ്. ആരെ ക്ലേശത്തിലേക്ക് നയിക്കണം, ആരെ ക്ലേശത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ തള്ളിയിടണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സഹായഹസ്തവുമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഒരു വാക്യം കൂടി കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. തന്നെക്കുറിച്ചുള്ള അവകാശം, അത് നമ്മെ അവനിലേക്ക് നയിപ്പാൻ പ്രാപ്തിയുള്ളതൊന്നാണ്. 15-ാമത്തെ അധ്യായത്തിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 15:1-2. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. അവനിൽ കായ്ക്കുന്ന കൊമ്പൊക്കെയും അവൻ ചെത്തി വെടിപ്പാക്കി അത് ധാരാളം നല്ല ഫലം കായ്ക്കും. എന്നാൽ കായ്ക്കാത്തതൊക്കെയും അവൻ വെട്ടി നീക്കിക്കളയും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവവചനം പറയുന്നത് നമ്മുടെ ഫലങ്ങളാൽ നമ്മെ അറിയുമെന്ന്. ബൈ യുവർ ഫ്രൂട്ട്സ് യു ഷാൽ ബി നോൺ. നിങ്ങളുടെ ഫലങ്ങളാൽ നിങ്ങളെ അറിയും. ഇന്ന് നാം ചിന്തിക്കണം, നാം നല്ല ഫലങ്ങൾ കായ്ക്കുന്നില്ല എങ്കിൽ കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ, ആ പ്രയാണത്തിൽ നമ്മെ വെട്ടി നമ്മെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കും ദൈവം നീക്കിക്കളയും. അഥവാ നല്ല ഫലം കായ്ക്കുന്നുവെങ്കിലോ
ദൈവം നമ്മെ വളർത്തി ചെത്തി വെടിപ്പാക്കി തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ആക്കി തീർക്കും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, അവനു വേണ്ടി നല്ല ഫലം കായ്പാൻ, അവൻ മുൻപോട്ട് വെച്ചുള്ള പാതയെ, അവൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുവാൻ നാം നമ്മെ തന്നെ, ഞാൻ എന്നെ തന്നെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ നാം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ നാം നമ്മെ തന്നെ അവനു വേണ്ടി ജീവിക്കുവാൻ, അവൻ്റെ പാത പിന്തുടരുവാൻ ഒരുക്കിയിട്ടില്ല എങ്കിൽ നിരാശയോടുകൂടി എനിക്ക് പറയേണ്ടതുണ്ട്, കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്ര നമുക്ക് പൂർണ്ണമാക്കുവാൻ സാധിക്കത്തില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ മാർഗം പിൻപറ്റി, അവൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള ആ വാസസ്ഥലത്ത് എത്തിച്ചേരുവാൻ ഇന്ന് സർവശക്തനായ ദൈവം നമ്മേവരെയും ഇടയാക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ അന്ധകാരം, ക്ലേശം, പ്രതിസന്ധി, പ്രതികൂല സാഹചര്യങ്ങൾ, വിശപ്പ്, ദാഹം ഇവയൊക്കെ നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുൻപാകെ ഹസ്തദാനവുമായിട്ട് കരം നീട്ടി, മകനെ, മകളെ, നീ എൻ്റെ അരികിൽ കടന്നു വാ എന്ന് പറഞ്ഞ് തൻ്റെ മാറോട് ചേർത്ത് വിളിക്കുന്ന ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ ദുഃഖവും പ്രയാസവും ഭാരവും എല്ലാം അവൻ്റെ പാദപീഠത്തിൽ വയ്ക്കുവാൻ ഇന്ന് ഇടയാക്കട്ടെ എന്ന് കൂടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഫലമേൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിൽ അവൻ വരും വരെയും ജീവിക്കുവാൻ, നല്ല ഫലങ്ങളെ കായ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളും ആവണ്ണം പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ ജീവിതങ്ങളെ ഇന്ന് അവന് വേണ്ടി സമർപ്പിപ്പീൻ. അവൻ്റെ വരവ് ആസന്നമായിരിക്കാൻ കർത്താവിനെ എതിരേൽപ്പാൻ, കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ, നമ്മെ തന്നെ ഒരുക്കുവാൻ, നമ്മുടെ കുടുംബത്തെ അവന് വേണ്ടി ഒരുക്കുവാൻ നാം നമ്മെ തന്നെ അവൻ്റെ മുൻപാകെ സമർപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ അവകാശങ്ങളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ കേൾക്കുകയുണ്ടായി. കർത്താവേ, അവിടുന്ന് ജീവൻ്റെ അപ്പമാകുന്നുവല്ലോ. കർത്താവേ, അവിടുന്ന് ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് സാക്ഷാൽ മുന്തിരിവള്ളിയും അങ്ങയുടെ പിതാവ് കൊമ്പും ആകുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ അങ്ങയിൽ വസിപ്പാൻ അടിയങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപഭാരങ്ങളെ, ക്ലേശം, പ്രയാസങ്ങളെ എല്ലാം വിട്ടെറിഞ്ഞ് അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ അടിയങ്ങളെ ഇടയാക്കണം. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാണമേ. ആമേൻ.